എപ്പോഴും താഴെ നോക്കി നടക്കുന്നവർക്ക് മഴവില്ല് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുന്നവർ മഴവില്ല് കണ്ടിരിക്കും. മഴവില്ല് എപ്പോഴും കറുത്തിരുണ്ട് വരുന്ന മേഘങ്ങൾക്ക് ശേഷം ഒക്കെ കാണുന്ന ഒരു സംഭവമാണ്. ജീവിതത്തിൽ വലിയ കറുത്തിരുണ്ട് വരുന്ന വല്ലാത്ത കാറ്റുകളും വല്ലാത്തൊരു അന്തരീക്ഷവും വരുമ്പോൾ അതുകൊണ്ട് തീരുന്നതല്ല ജീവിതം. അതുകൊണ്ട് തലകുനിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മഴവില്ല് നമ്മൾ കണ്ടിരിക്കും. മഴവില്ല് എങ്ങനെയാണ് ഉണ്ടായത്? ദൈവം നോഹയോട് ചെയ്ത നിയമം, മൃഗങ്ങളോട് ചെയ്ത നിയമം, ഇനി ഒരിക്കലും വെള്ളം കൊണ്ട്, ജലപ്രളയം കൊണ്ട് ഈ ഭൂമിയെ, മനുഷ്യനെ നശിപ്പിക്കില്ല എന്ന് ദൈവം മനുഷ്യനോട് നിയമം ചെയ്തു. ആ നിയമത്തിൻ്റെ അടയാളമായിട്ട് ദൈവം ആകാശത്ത് മഴവില്ല് വെച്ചു. ദൈവം വെച്ച അടയാളമാണത്. ആ മഴവില്ല് കാണുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് മനുഷ്യരോടൊരു നിയമമുണ്ട്. ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ നശിപ്പിക്കില്ല, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നീ എന്നെ ആരാധിക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നോട് ഇനിയും അനുഗ്രഹത്തിൻ്റെ നിയമങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ നോഹ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം ആരാധനയിൽ പ്രസാദിച്ച് എടുത്ത തീരുമാനമാണ്. അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഇനിയും മഴവില്ല് പോലെ നിറം കൂടിയ പല നന്മകളും ജീവിതത്തിൽ കൊണ്ടുവന്നു തരുവാൻ ദൈവം മതിയായവനാണെന്ന് അതിനൊരർത്ഥമുണ്ട്. അതുകൊണ്ട് തലകുനിച്ച് നടക്കണ്ട, തല ഉയർത്തി നടക്കാൻ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഇനിയും അവസരമുണ്ട്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കർത്താവിൽ ആശ്രയിക്കാം. ഈ യേശുവിനെ ആരാധിക്കുന്തോറും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. നോഹ ദൈവത്തെ ആരാധിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പാട്ടുപാടുന്നു, സ്തുതിക്കുന്നു. നോഹയുടെ കാലത്ത് യാഗം കഴിക്കണമായിരുന്നു. അബ്രഹാമിൻ്റെ കാലത്ത്, മോശയുടെ കാലത്ത്, മലാക്കി പുസ്തകം വരെ യാഗങ്ങൾ വേണമായിരുന്നു. എന്നാൽ യേശു എന്ന ഊനമില്ലാത്ത ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി. ഇനി യാതൊരു യാഗങ്ങൾക്കും വിലയില്ല. ഒരു സമ്പൂർണ്ണ യാഗം നടന്നു. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർ അവൻ ചെയ്ത നന്മകളെ ഓർത്ത് പാടി ആരാധിച്ചാൽ മാത്രം മതി. അതിനാണ് നമ്മൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നത്. അതിനകത്ത് നന്ദിയുണ്ട്, സ്തോത്രമുണ്ട്, കയ്യടിയുണ്ട്, സന്തോഷമുണ്ട്, കൈ ഉയർത്തലുണ്ട്, ആനന്ദ കണ്ണുനീരുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു ആരാധന. അപ്പോൾ ആരാധനയിൽ നമ്മൾ ഒരു പാട്ട് മാത്രമല്ല പാടുന്നത്, നമ്മുടെ ഹൃദയം മുഴുവനും തുറക്കുന്ന ഒരിടമാണ്. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കുക. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ.
ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ, ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരഗ്നി ഞങ്ങളിൽ കത്തട്ടെ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. അടിയനിതാ. യേശുവേ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ
4-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. യേശു തനിക്ക് നേരിടാനുള്ളത് എല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവർ തിരയുന്നത് യേശുവിനെയാണെന്നറിയാം, യേശുവിനെ പിടിക്കുമെന്നറിയാം, യേശുവിനെ അടിക്കുമെന്നറിയാം, തലയിൽ മുൾക്കിരീടം വയ്ക്കുമെന്നറിയാം, വസ്ത്രം പറിച്ച് കീറുമെന്നറിയാം, വസ്ത്രത്തിന് വേണ്ടി അവർ ചീട്ടിടുമെന്നറിയാം, മരക്കുരിശ് ചുമക്കേണ്ടി വരുമെന്നറിയാം, മരിക്കുമെന്നറിയാം, ശിഷ്യന്മാരെല്ലാവരും ഇട്ടേച്ചു പോകുമെന്നറിയാം, പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറയുമ്പോൾ കോഴി കൂകുമെന്നറിയാം. ഇതിൽ കൂടുതൽ എന്താ അറിയാനുള്ളത്? ദൈവവുമായി, പിതാവുമായി ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് സംഭവിക്കാൻ പോകുന്നതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ സ്വർഗം വെളിപ്പെടുത്തി തരും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു വിഷയത്തെ നേരിടാൻ ആ വിഷയത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്. നേരത്തെയൊക്കെ ഡോക്ടർമാർ രോഗികളോട് ആ രോഗം പറയില്ല, ബന്ധുക്കളോടാണ് പറയുന്നത്. ഇപ്പോൾ നേരിട്ട് ഡോക്ടർമാർ രോഗികളോടാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുഴയുണ്ട്, അത് ക്യാൻസറാണ്, അത് 4-ാമത്തെ സ്റ്റേജാണ്. ഒരു വിഷയം പറയാതെ ഒടുവിൽ ആ ആൾക്കാരുടെ മുഖഭാവം കണ്ട് പിന്നെ അറിഞ്ഞു വരുമ്പോഴും ചിലപ്പോൾ അത് ഭയങ്കര അബദ്ധമായി മാറും. ഡോക്ടർ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും പറയും. എന്നാൽ ബന്ധുക്കളായിട്ട് പറഞ്ഞാൽ അത് അപകടമായിട്ട് മാറും. ഏറ്റവും നല്ലത് ഡോക്ടർ തന്നെ രോഗത്തെക്കുറിച്ച് രോഗം അനുഭവിക്കുന്ന രോഗിയോട് പറയണം. അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം തന്നെ. നേരിട്ട് പറയുകയാണ്. അതാണ് ഏറ്റവും നല്ലത്. അത് അറിഞ്ഞു കഴിയുമ്പോൾ അതിനെ നേരിടാനുള്ളൊരു മാനസിക ബലം അങ്ങനെയുള്ളവർ സ്വന്തമാക്കും. ഒരു മെൻ്റലി പ്രിപ്പയർ ആകും. മാനസിക ബലം. ശാരീരികമായി ഉള്ള പ്രശ്നങ്ങളെ നേരിടാൻ മാനസിക ബലം വേണം. യേശു പ്രാർത്ഥനയിലിരുന്നു. ഗദസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ 3 പേരുണ്ട്. യേശു ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അപേക്ഷിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥനയെല്ലാം അങ്ങനെയായിരുന്നു. യേശു പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ. കാരണം കർത്താവിന് എല്ലാ കാര്യവും നേരത്തെ അറിയാം. ഞാൻ മശികയാണ്, മനുഷ്യനായി വന്നതാണ്, വലിയ വേദനകൾ സഹിക്കണം, ദൈവമായതുകൊണ്ട് വേദന ക്യാൻസലാകാൻ പറ്റില്ല. വേദന, ഓരോ വേദനയും എണ്ണി എണ്ണി അനുഭവിക്കണം. കാരണം മനുഷ്യൻ്റെ വേദനകൾ മുഴുവൻ ചുമക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ വന്ന് ഈ വേദനകൾ അനുഭവിക്കണം. നമുക്ക് പകരം ഒരുവൻ വേദനകളെ ചുമന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ അവൻ വ്യാധികളെ, വേദനകളെ ചുമന്നു എന്ന് യെശയ്യാവ് 800 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അത് മുഴുവനും നിറവേറണമെങ്കിൽ, യെശയ്യാവ് 53 നിറവേറണമെങ്കിൽ യേശു കുരിശിൽ കയറണം. യേശുവിനെ ബൈബിളിലൂടെ, വചനത്തിലൂടെ അറിയാം, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അറിയാം, കൂടെയുള്ള പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അറിയാം. അതുകൊണ്ട് യേശു അവിടെ പ്രാർത്ഥിച്ച് അതിനു വേണ്ട ബലം പ്രാപിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ്റെ ശരീരത്തിലെ വിയർപ്പ് ഭാഗങ്ങളിലൂടെ രക്തം വന്നെന്ന്. വിയർപ്പ് തുള്ളികൾ രക്തം പോലെ ആയെന്നാണ്. അതായത് വിയർപ്പിന് പകരം പ്രാർത്ഥനയിൽ യേശുവിൽ വന്നത് രക്തമായിരുന്നു. അതുപോലെ യേശു പ്രാർത്ഥിച്ചു. ഭൂമിയിൽ അതുപോലെ പ്രാർത്ഥിച്ച ആരുമില്ല. അതുപോലെ മാനവജാതിയുടെ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ടുള്ള ആ പ്രാർത്ഥന. പിന്നീട് യേശുവിന് എല്ലാം നേരിടാനുള്ള ശക്തി ലഭിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, വാ നമുക്ക് ഒരുമിച്ച് ആ തോട്ടത്തിലേക്ക് ചെല്ലാം. കാരണം കൃത്യമായിട്ട് യൂദ ഈ പട്ടാളക്കാരെയും എല്ലാവരെയുമായിട്ട് അവിടെ വരുമെന്ന് യേശുവിനെ അറിയാം. അങ്ങനെ തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞ് യേശു പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. 5-ാം വാക്യം, നസറേനായി യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അവനെ കാണിച്ചു കൊടുത്ത യൂദയും അവരോടു കൂടെ ഉണ്ടായിരുന്നു.
അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ ചോദിക്കുന്നുണ്ട്, എന്നെ ദൈവമേ ഫറവോന്റെ അടുക്കലേക്ക് വിടുമ്പോൾ ആരയച്ചു എന്ന് പറയണം. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ അയച്ചിരിക്കുന്നു എന്ന് പറ. യേശു അതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്, ഞാനാകുന്നു, ഞാൻ തന്നെ. ഈ വാക്ക് കേട്ടപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. എന്തുകൊണ്ടാണ് അവർ പിൻവാങ്ങി നിലത്ത് വീണത്? ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. യേശു തൻ്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ശലോമോന്റെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, ആർക്കും ആലയത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഒന്നവർ പിൻവാങ്ങി നിലത്ത് വീണ് കാണും. ആ ദൈവ സന്നിധിയിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ കവിണ്ണു വീണു. ആർക്കും നിൽക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ ആ ഗ്ലോറിയുടെ മുമ്പിൽ. യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി. അടുത്തത്, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന് ഉള്ള വചനം അതവിടെ നിറവേറണം. എല്ലാ നാവും പാടും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങണം. അപ്പോൾ എത്ര വലിയ പട്ടാളക്കാരാണെങ്കിലും ഏത് വലിയ പുള്ളിയാണെങ്കിലും അവിടെ വീഴണം. ആരൊക്കെ വീണു? പട്ടാളക്കാർ വീണു, മഹാപുരോഹിതന്റെ ആൾക്കാർ വീണു, യൂദായും വീണു. ഈ ഗ്യാങ്ങിൽ പെട്ടപ്പോൾ അവനും താഴെ പോയി. എന്നാൽ 11 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെയുണ്ട്, അവരവിടെ നിൽപ്പുണ്ട്. എന്നാൽ ഇവർ വീണു. രാജാവിൻ്റെ മുൻപിൽ അവർ നിലത്ത് വീണു. അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ അവിടെ വീണു. വീണ്ടും യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചു. അവർ നസറേയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നെയാകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ആദ്യം യേശു പറഞ്ഞത് ഞാനാകുന്നു എന്ന് പറഞ്ഞത് തൻ്റെ ദൈവത്വത്തിൽ നിന്നാണ്, മഷിക എന്ന പദവിയിൽ നിന്ന്. ഇപ്പോൾ യേശു പറഞ്ഞത് യേശു എന്ന മനുഷ്യത്വത്തിൽ നിന്നാണ് പറഞ്ഞത്. മനുഷ്യത്വത്തിൽ നിന്ന് സംസാരിച്ചു. അപ്പോഴാണ് യേശുവിനെ അവർ പിടിച്ചത്. അല്ലെങ്കിൽ യേശുവിനെ പിടിക്കാൻ അവർക്ക് കഴിയില്ല. പീലാത്തോസ് പറഞ്ഞു, നീ രാജാവാകുന്നു. യേശു പറഞ്ഞു, ഞാൻ രാജാവാണ്. ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ രാജാവാണ്, ഞാൻ തന്നെ, ഞാൻ രാജാവാണ്. ഞാനിപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലീജിയൻ സൈന്യം സ്വർഗത്തിൽ നിന്ന് വരും. അതായത് ഒരു 70,000 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? ഇസ്രായേലിനെ ഒതുക്കും, റോമ ഗവൺമെന്റിനെ ഒതുക്കിക്കളയും. ഒരു ദൂതന് അശൂർ പാളയത്തിൽ ഇറങ്ങിയതാണ്. യെശയ്യാവും യെഹസ്കേയാവും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി 1,85,000 ആൾക്കാർ മരിച്ചുപോയി. ഒരൊറ്റ ദൂതൻ ഇറങ്ങിയാൽ മതി. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു ദൂതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യ നിൽക്കുന്നത് കണ്ടു. അവൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു കാല് കടലിൽ നിൽക്കുന്നു, ഒരു കാല് കരയിൽ. ഇങ്ങനെയുള്ള ദൂതന്മാരൊക്കെ ദൈവത്തിനുണ്ട്. ഒരു ദൂതൻ. യേശു ആരാണ്? ഞാനാകുന്നു എന്നൊറ്റ വാക്ക്, ആ വാക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ള ആരുമില്ല. യേശുവിൻ്റെ ദൈവത്വം ആദ്യം താൻ വെളിപ്പെടുത്തി. രണ്ടാമത്തെ ഞാൻ തന്നെ എന്ന് പറഞ്ഞത് യേശുവിൻ്റെ മനുഷ്യത്വമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൽ യേശു നിൽക്കുമ്പോൾ യേശുവിനെ പിടിക്കാനോ അടുക്കാനോ ആർക്കും കഴിയില്ല. അവരെല്ലാം പിൻവാങ്ങി നിലത്ത് വീണു. ആർക്കും അവനെ തൊടാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദൂതൻ
ആ ജയിലിൻ്റെ അകത്തിറങ്ങി വന്ന് പത്രോസിനെ വിളിച്ചപ്പോഴും പടയാളികൾ അവിടെ കിടന്നുറങ്ങിയാണ്. അവരറിയാതെ ചങ്ങല കിലുങ്ങാതെ ചങ്ങല അഴിഞ്ഞു വീണു. ആ ജയിലറകൾ, അവിടെ ആൾക്കാർ, കാവൽക്കാർ നിൽപ്പുണ്ട്. അവരറിയാതെ ആ ജയിൽ തുറന്നു. 3 വാതിലുകൾ തുറന്നു. ആർക്കും കാണാൻ കഴിയാത്ത നിലയിൽ ഒരു ദൂതൻ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ ഇന്നും ഭൂമിയിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങൾ ചൈനയിലും റുമേനിയയിലും റഷ്യയിലും മറ്റു പല രാജ്യങ്ങളിലും സംഭവിച്ച ദൈവദാസന്മാരിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ജയിലിൽ പിടിച്ചിട്ട് ചൈനീസ് ഗവൺമെൻറ് യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ, ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 2 മുട്ടുകാലും വലിയ കൂടം ചുറ്റിക കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞ ഒരു മനുഷ്യൻ കാല് തകർന്ന് കിടക്കുമ്പോൾ യേശു ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പല രാജ്യത്ത് പോകാനുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ 2 കാലും തകർന്നു, ഇനി എവിടെ പോകാനാണ്? ഇല്ല, നീ ഇനിയും പോകും, നീ എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ എഴുന്നേക്കാം? എൻ്റെ 2 കാലും തകർന്നു പോയി. കാല് നോക്കൂ എന്ന് പറഞ്ഞു. കാലോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ പുതിയ കാല്. എഴുന്നേറ്റു. ആ കരിങ്കൽ ഭിത്തിയുടെ ഉള്ളിലൂടെ യേശുവിൻ്റെ ഒപ്പം അദ്ദേഹം വെളിയിൽ കടന്നു. ആ ഇരുമ്പ് വാതിലിന് വെളിയിൽ ചെന്നപ്പോൾ, ആ ജയിലിന് വെളിയിൽ വന്നപ്പോൾ ഒരു വില കൂടിയ കാറ്, അതിനകത്തൊരു ഡ്രൈവറുണ്ട്. ആ കാറിലോട്ട് കയറാൻ കർത്താവ് പറഞ്ഞു. അതിൽ കയറി നേരെ എയർപോർട്ടിലോട്ട് പോയി. പാസ്പോർട്ടില്ല, വിസയില്ല. നേരെ ചെന്ന് ഇറങ്ങിയത്, അദ്ദേഹം ചെന്ന് ഇറങ്ങിയത്, നേരെ പോയി ഇറങ്ങിയ സ്ഥലം ജർമ്മനിയാണ്. ജർമ്മനിയിൽ ചെന്നപ്പോൾ അവിടെയും സെക്യൂരിറ്റി ചെക്കിങ്ങിനൊന്നും ഇദ്ദേഹത്തെ ആരും കണ്ടില്ല. നേരെ നടന്ന് ജർമ്മനിയിലേക്ക് പോയി. ഇന്ന് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു ശക്തനായ ഒരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ മലയാള വിവർത്തനങ്ങൾ വാങ്ങാൻ കിട്ടും. ചരിത്രമുള്ള മനുഷ്യരുണ്ട്. ഏത് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കർത്താവ് ഇറങ്ങി വന്ന് സഹായിക്കാൻ മതിയായവൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ആരാണ് എന്നറിയണം. താൻ തൻ്റെ മനുഷ്യത്വത്തിലേക്ക് ഒതുങ്ങിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ തന്നെ തൊടാൻ ആർക്കും കഴിയില്ല. അതാണ് യേശു പീലാത്തോസിനോട് പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിനോട് ഇപ്പം ചോദിച്ചാൽ ഇപ്പോഴും എൻ്റെ പിതാവ് അത് ചെയ്യും. എന്നാൽ എനിക്ക് കുറേ വചനങ്ങൾ നിറവേറ്റണം. മാനവജാതിയെ എൻ്റെ രക്തം കൊണ്ട് എനിക്ക് വിലക്ക് വാങ്ങണം. അതുകൊണ്ട് എനിക്ക് മരിച്ചേ മതിയാവും. ഇതാ സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു കൈ നീട്ടിക്കൊടുത്തതാണ്. യേശു സ്വമനസാൽ ക്രൂശ് ചുമന്നതാണ്. യേശു സ്വയമായിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെ തിരയുന്നു? അത് ഞാനാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം അവരുടെ നടുവിൽ വെച്ച് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല? അവർക്ക് പിടിക്കാൻ കഴിയില്ല. യേശുവിനെ തൊടാൻ കഴിയില്ല. കാരണം മനുഷ്യരിൽ ഉള്ളതെല്ലാം യേശുവിന് മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ മനസ്സ് എല്ലാം യേശുവിന് അറിയാം. യൂദായെ ആദ്യമായിട്ട് കാണുമ്പോഴേ യേശുവിനെ അറിയാം, ഇവൻ എന്നെ ഒറ്റയ്ക്ക് കൊടുക്കാനുള്ളവനാണ്. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. യേശു അവനോട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക, സമയമായി. എനിക്ക് എതിരെയുള്ള എല്ലാ പ്ലാനുകളും നേരത്തെ ചെയ്യുക. അപ്പോൾ ചിലരെല്ലാം നമ്മെ വിട്ടുപോകുമ്പോൾ അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിരുന്ന് കരയണ്ട. അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ നാം നേരത്തെ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ചില യൂദാമാർ പോകുന്നത് എത്ര നല്ലതാണ്. യേശു അവനോട് പറഞ്ഞു, നീ വേഗത്തിൽ ചെയ്യും. നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം ഒരിക്കലും ജയിക്കാത്തൊരു വലിയ സഭയെ ഞാൻ പണിയും. എന്തൊരു ധൈര്യമാണ് കർത്താവിന്. എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നു? എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ഹീറോയായി മാറിയത്? മരണത്തെ തോൽപ്പിച്ചു, രോഗത്തെ തോൽപ്പിച്ചു, പിശാചിൻ്റെ എല്ലാ പദ്ധതികളെയും തവിട് പൊടിയാക്കി കളഞ്ഞില്ലേ? ഇതുപോലെ ജ്ഞാനസമ്പൂർണനായവൻ ആരുണ്ട്? നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവൻ,
കരുണയുള്ളവൻ, മനസ്സലിവുള്ളവൻ. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് മുന്നിൽ വരുന്ന ഏത് വിഷയത്തെയും നേരിടുവാൻ കഴിയും. കർത്താവ് കൂടിയിരിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകണം. കർത്താവെ, മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച് വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എത്ര വലുതാണ്. ഞങ്ങളിലുള്ള ദൈവത്വം എത്ര ശ്രേഷ്ഠമാണ്, ഞങ്ങളിലുള്ള മനുഷ്യത്വം എത്ര ശ്രേഷ്ഠമാണ്. എന്നാൽ ഞങ്ങളിലുള്ള ദൈവീകതയെ കൂടുതൽ പോഷിപ്പിക്കുവാൻ, കൂടുതൽ ദൈവീകതയിൽ ആത്മാവിൽ വളരുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അത്ഭുത രോഗ സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. വീടുകളിലുള്ള അസ്വസ്ഥതകൾ മാറട്ടെ. ഈ ഭൂമിയിൽ ആരും എന്നെ സഹായിക്കാനില്ല എന്ന് പറയുന്ന ചിലരുടെ ജീവിതത്തിൽ യേശുവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച് എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് അവർ ധൈര്യത്തോടെ മുന്നോട്ട് ചുവടുകൾ വയ്ക്കട്ടെ. രോഗസൗഖ്യങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. സാമ്പത്തികമായ ഉറവകൾ പലർക്കും തുറന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് കൂടിയിരുന്ന് പ്രവർത്തിക്കും. ഇന്നലെ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന ഇന്ന് 2ാം ദിവസമാണ്. രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് നാളെ രാവിലെ പകലും നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന രാവിലെ തുടരുന്നതാണ്. കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടുക. ഗോഡ് ബ്ലെസ് യു.